വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ചിലര് ബൈക്ക് ഓടിക്കുന്നുണ്ടാ വിചാരിക്കും മരിക്കൂല. ചിലരുടെ നടത്തം കണ്ടാ വിചാരിക്കും ബുഗാട്ടിയിലെല്ലാം പോകുന്ന കണ്ടാല് മരിക്കൂല. ചിലരുടെ DJ പരിപാടി കണ്ടാ വിചാരിക്കും മരിക്കൂല. അതിന് മരിക്കൂന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കൂ. കാരണം ഏത് ഹറാമിന്റെ രസത്തിന്റെയും പിന്നാലെ ഉണ്ടാവുക നരകായിരിക്കും, ഉറപ്പ്. സ്വൈദുൽ ഖാത്തിറിൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞത് അത്. ഏത് ഹറാമിന്റെ രസം നമ്മൾ അനുഭവിച്ചോ അതിന്റെ വേക്കിൽ നരകാണ് ഉണ്ടാവുക. ഒരു DJ പരിപാടി നടക്കുന്ന വിചാരിക്കുക, അത് നിക്കാഹിന്റെ സദസ്സിലാവട്ടെ, അല്ലെങ്കിൽ എൻഗേജ്മെന്റിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ ഫെസ്റ്റിവലിന്റെ പേരിലാവട്ടെ, വാട്ടവർ, എന്തായാലും ഇത് ഹറാമാണ് നമുക്ക് അറിയലോടുകൂടി നമ്മൾ എന്തിനാ പോണത്? ആ ഹറാമായ പരിപാടി എൻഗേജ്മെന്റ് കഴിഞ്ഞ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ആണും പെണ്ണും സ്റ്റേജിൽ നിന്നിട്ട് ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ ഇങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞു നിൽക്കല് ഹറാമാണ് നമുക്കറിയില്ലേ? അറിയാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ഒരാൾ പറയാണ് ആ സ്റ്റേജിന്റെ അടിയിൽ ഒരു ബോംബുണ്ട്, അതിപ്പം പൊട്ടിത്തെറിച്ചിട്ട് കുറെ ആൾ മരിക്കാൻ വേണ്ടി ഒരാളുടെ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ നിക്കാഹിന് പോകുന്നോന്ന് വെച്ചാൽ നമ്മളെന്താ പറയും? പോല. ഇതായി പറയണത്. ഹറാമ് രസിച്ചിന ശേഷം നരകായിരിക്കും ഉണ്ടാവും. കുറച്ച് ഉറക്ക് സുബീകത്തെ, ആ ഉറക്ക് നിസ്കാരം കളാക്കിയിട്ടുള്ള ഉറക്കല്ലേ, ഹറാമല്ലേ? ആ ഉറക്കിന്റെ ജസാ എന്താണ്? നരകായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് പ്രതിഫല നാളിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് മിക്ക ഹദീസിലും ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറയണത്. എന്താ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ആഖിറത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പൊ മലക്കുകളിൽ വിശ്വാസം വേണ്ടേ? വേണം. കിതാബിൽ വിശ്വാസം വേണ്ടേ? വേണം. ഖലാ ഖദറിൽ വിശ്വാസം വേണ്ടേ? വേണം. നബിമാരിൽ വിശ്വാസം വേണ്ടേ? വേണം. പിന്നെ ഇത് മാത്രം പറയണത് ഇത് ഉണ്ടായാലായി അതെന്നാ പറയുന്നത്? ചിലത് അങ്ങനെ ഷോർട്ട് മാത്രം പറയും. ഉദാഹരണം പറയാം, അൽ ഈമാനു ബിളൂം വസബൂന ശോഭ. ഈമാൻ എന്ന് പറഞ്ഞാല് 70+ കാര്യങ്ങളുണ്ട്. എത്ര? 70+ കാര്യങ്ങളുണ്ട്. അതിൽ അഫ്ളലുഹ, ഏറ്റവും ടോപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ്. എന്തിനാ മാത്രം പറയുന്നത്? എന്തിനാ അത് മാത്രം പറയുന്നത്? ഈമാൻ 70+ കാര്യങ്ങളുണ്ട്. യെസ്. ആദ്യത്തെ